ഉസ്താദന്മാർ ചിലരൊക്കെ പോയി ഇരിക്കുന്ന കണ്ട അതിനൊക്കെ ഈ മുത്താലിമീങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാ. പക്ഷെ ഉസ്താദിന് ചിലർക്കൊക്കെ ഇഷ്ടമൊന്നുമല്ല. കാരണം ഉസ്താദ് ഇടക്കിടയ്ക്ക് തല്ലും. ഉസ്താദ് തല്ലുന്നത് കാരണം നേരൊന്ന് വീട്ടിൽ പോയിരുന്നെങ്കിൽ ലീവ് എടുത്ത് നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ല. ഉസ്താദ് അടി കാരണം എന്തേ അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. മക്കളോട് ഞാൻ പറയുന്നത്, മക്കളെ നിങ്ങൾ ഇൽമു പഠിക്കാൻ വന്നവരാ. ഇൽമെന്ന് പറയുന്നത് താരാട്ട് പാടിയ കിട്ടുന്ന സാധനമല്ല, അത് തല്ലുകൊണ്ടാലേ കിട്ടും. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് പഠിക്കണ മക്കൾ ഓതാൻ പറഞ്ഞ ഓതോ. ഉസ്താദ് 4 എണ്ണം തരുമെന്ന് വിചാരിച്ച രാത്രി എഴുന്നേറ്റിരുന്ന് പഠിക്കും. അതങ്ങനെ പഠിക്കാൻ പറ്റൂ, അതങ്ങനെയേ പഠിക്കാൻ പറ്റൂ. തല്ലുകൊണ്ടാലൊക്കെ തന്നെ പഠിക്കൂ ശരീരം. കാരണം എന്തേ, നിങ്ങളുടെ കൂടെ 5 ശൈത്താനാണെങ്കിൽ ഇവന്മാരുടെ കൂടെ 10 ശൈത്താനാ പഴപ്പിക്കാൻ നടക്കണേ. ഇരിക്കണ ചെറിയ മക്കൾ, നിങ്ങളുടെ മക്കളുടെ കൂടെ ചെയ്താൻ 5 എണ്ണം നടക്കുന്ന എന്തിന്? അവനെ വഴിതെറ്റിക്കാൻ. എന്നാ ഈ ഇരിക്കണോ അവന്റെ അടുത്ത് വന്നിട്ട് പറയും, എടാ വീട്ടിൽ പോവാടാ, ചുമ്മാ എന്തിനാടാ ആയുസ് കളയണത്, ഇതൊക്കെ വേറെ പണിയൊന്നുമില്ല, അവിടെ പോയി സുഖിച്ച് മൊബൈലും കളിച്ച് ഗെയിമും കളിച്ച് അടിച്ചു പൊളിച്ച് ജീൻസും പാന്റ് വിട്ട് നടക്കാടാ. ചെയ്താൻ 10 എണ്ണം കൂടെ നടക്കും. ആ 10 എണ്ണത്തിനെ തോപ്പിച്ചിട്ട് നടക്കുന്നവന്മാരാ ഇവന്മാര്. അതുകൊണ്ടാ ചെയ്താൻ ഇവന്മാര് മരിക്കുമ്പോ കരയുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഉസ്താദന്മാര് തല്ലതിന് കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇപ്പൊ പിന്നെ തല്ലാനും പാടില്ല, അതൊക്കെ കോടതി കയറ്റുന്ന വിഷയാ. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടില് മരിച്ച വീട്ടിൽ ഓതാൻ വിടും ഈ മുത്തല്ലിങ്ങള്. ഇവിടെ ഉണ്ടോ ഉസ്താദ്? മരിച്ച വീട്ടിൽ ഓതാൻ വിട്ടു. അപ്പൊ പോയ വീട്ടിൽ നിന്നൊരു മൊബൈൽ അടിച്ചുകൊണ്ട് വന്നു. മരിച്ച വീട്ടിൽ ഓതാൻ പോയി, അവിടെ നിന്ന് ഒരു മൊബൈൽ അടിച്ചോണ്ട് വന്ന്. അപ്പൊ ഇവന്റെ കൈ മൊബൈൽ കണ്ടപ്പോ ഉസ്താദ് പിടിച്ച് 4 തല്ലു കൊടുത്തു. അവന്റെ വാപ്പ പോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. 3 ദിവസം അകത്ത്. എന്നാ അവൻ ചെയ്ത എന്താ? സൽക്കർമ്മ കളാലേക്ക്. ഇതാ ഇന്നത്തെ കാലം, ഒന്നിനും പാടില്ല. പക്ഷെ എന്റെ പ്രിയപ്പെട്ട മക്കളോട്, അള്ളാഹുവിന്റെ ഇൽമ് വേണോ, നിങ്ങൾക്കൊരു നല്ല വിജയം വേണോ, തല്ലുകൊണ്ടോ ഒരു കുഴപ്പമില്ല.